അപ്പൊ നമുക്ക് സംസ്കൃതപരമായിട്ടുള്ള ശാസ്താവ് നമുക്ക് അന്യമാണ്. നമുക്കറിയാവുന്നത് മലയാളത്തെ ചാത്തൻ എന്ന് പറയുന്ന രീതിയായിരുന്നു. നമ്മൾ ചാത്തനെ പൂജിച്ചിട്ടുണ്ട്. ഇന്നും പല ബ്രാഹ്മണ ഗ്രഹങ്ങളിലെ അടക്കം പരദേവതാ സ്ഥാനത്ത് ചാത്തനുണ്ട്. ആ ചാത്തൻ എപ്പോഴാണ് ഒരു നെഗറ്റീവ് എനർജി വരുന്നത്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നത്, അത് തീർച്ചയായിട്ടും അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ആൾക്കാരായിരുന്നു അവർ. അറിയാലോ ഓൾറെഡി അവർ ഒരു വൈദേശികമായിട്ടുള്ള മതമാണ് പിന്തുടരുന്നത്. ആ വൈദേശിക മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മയുടെ ശക്തിയായിട്ട് അവർ കണ്ടിരുന്നത് സാത്താനായിരുന്നു. സാത്താൻ എന്നാണ് അതിനെ വിളിക്കുക. അപ്പം ദൈവവും ഉണ്ട്, ദൈവപുത്രനുണ്ട്, സാത്താനാണ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്, തിന്മയുടെ ആൾരൂപമായിട്ടുള്ള സാത്താൻ, ലൂസിഫർ എന്ന് നമ്മൾ വിളിക്കുന്ന ആ രൂപം. ആ സാത്താനെ അവരെപ്പോഴും വെറുപ്പോടു കൂടിയും അതിനെ ആരാധിക്കാൻ പറ്റാത്ത മൂർത്തിയായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ചാത്തനെ ആരാധിക്കുന്നതായിട്ട് അവർ കാണുന്നു. അപ്പൊ ഈ സാത്താൻ എന്ന് പറയുന്ന ഇവര് ഇതിനെ റീപ്ലേസ് ചെയ്യുന്നത് ചാത്തനെ വെച്ചിട്ടാണ്. അപ്പൊ ആണ് ഈ ചാത്തൻ ആരായി മാറുന്നത് പതിയെ സാത്താനായിട്ട്. ഒരിക്കലും ചാത്തൻ ചെകുത്താനല്ല, ചാത്തൻ ശാസ്താവാണ്, സാത്താനാണ് ചെകുത്താൻ. പക്ഷെ ആ ഇമ്പാക്റ്റോട് കൂടി ചാത്തൻ ആരായി മാറി, ഈ പറഞ്ഞതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മൂർത്തിയായിട്ട് മാറി. അതിന്റെ വിധാനങ്ങളൊക്കെ ഗ്രാമ്യമാണ്. ഇപ്പൊ ബലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ താമസികം നമ്മൾ വിളിക്കുന്ന പൂജ ഉണ്ടായിരിക്കാം. അതൊക്കെ നാടൻ ആരാധനാ രീതിയിൽ പണ്ടുണ്ടായിരുന്നതാണ്. അതിന് ഇന്നത്തെ ഈ കാലത്ത് ധർമ്മത്തിൽ ഒരുപാട് മാറ്റങ്ങൾ.